നിങ്ങളുടെ മനസ്സിന്റെ ശക്തി, രോഗശാന്തിയുടെ രഹസ്യം. ഡോക്ടർ ജോ ഡിസ്പെൻസ എന്ന പ്രഗത്ഭൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് ഏത് രോഗത്തെയും സുഖപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിലെ അസുഖങ്ങൾ മാറ്റാനായി ഞാൻ 4 ഘട്ടങ്ങൾ പറഞ്ഞുതരാൻ പോകുകയാണ്. അത് പിന്തുടർന്ന ശേഷം ഡോക്ടർ ജോ നൽകുന്ന 7 ദിവസത്തെ ചലഞ്ച്. അതിൽ നിങ്ങൾ 3 ലളിതമായ കാര്യങ്ങൾ ചെയ്യണം. ഈ 3 കാര്യങ്ങളിലൂടെ ഗുരുതരമായ രോഗങ്ങളെപ്പോലും മനസ്സിന്റെ ശക്തിയാൽ എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. പ്രശ്നം: നിരന്തരമായ ഉത്കണ്ഠ, ആങ്സൈറ്റി. നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ എപ്പോഴും ഉത്കണ്ഠയുടെ ഒരു ഭാവമുണ്ട്. മനുഷ്യന്റെ പരിണാമത്തിന്റെ എവല്യൂഷൻ ഭാഗമായി നമ്മുടെ തലച്ചോറിൽ പോരാടുക, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണം ഉൾച്ചേർന്നിട്ടുണ്ട്. ഇതിനാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ജാഗ്രതാവസ്ഥയിൽ, എമർജൻസി കണ്ടീഷനായിരിക്കും. ഇതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലും നമ്മുടെ മനസ്സിൽ ആദ്യം നെഗറ്റീവ് ചിന്തകൾ വരുന്നത്. ഇത് കാരണം നമുക്ക് പാനിക് അറ്റാക്സ് അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരെ ഉണ്ടാകാം. പരിഹാരം: ചിന്തകളെ മാറ്റിയെഴുതുക. എന്നാൽ നമ്മുടെ ചിന്തകളെ പൂർണ്ണമായും മാറ്റിയെഴുതിയാൽ മനസ്സിന്റെ ശക്തി കൊണ്ട് ഗുരുതരമായ രോഗങ്ങളെ തടയാനും നിലവിലുള്ളവയെ പൂർണ്ണമായി സുഖപ്പെടുത്താനും കഴിയും. ഇതിനെയാണ് സ്വാഭാവികമായ വിടുതൽ, സ്പോണ്ടേനിയസ് റെമിഷൻ എന്ന് പറയുന്നത്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരെ ഈ രീതിയിൽ ഭേദമാക്കാം. ഡോക്ടർ ജോ ഡിസ്പെൻസ. ആരാണദ്ദേഹം? ജോ ഡിസ്പെൻസ ഒരു അന്താരാഷ്ട്ര പ്രഭാഷകനും ഗവേഷകനും എഴുത്തുകാരനുമാണ്. ന്യൂറോ സയൻസ്, എപ്പിജെനറ്റിക്സ്, ക്വാണ്ടം ഫിസിക്സ് തുടങ്ങിയ മേഖലകളിൽ ആഴത്തിലുള്ള ഗവേഷണം നടത്തിയാണ് അദ്ദേഹം ഈ രീതി കണ്ടെത്തിയത്. ഈ വിദ്യയിലൂടെ പലതരം രോഗങ്ങളെയും ദീർഘകാല രോഗാവസ്ഥകളെയും ക്രോണിക് കണ്ടീഷൻസ്, മാരക രോഗങ്ങളെയും ടെർമിനൽ ഡിസീസസ് സുഖപ്പെടുത്തി ആളുകളെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് അദ്ദേഹം കൈപിടിച്ച് കയറ്റി. അദ്ദേഹത്തിന്റെ യോർ ആർ ദ പ്ലസീബോ, മേക്കിംഗ് യുവർ മൈൻഡ് മാറ്റർ എന്ന പുസ്തകം ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലറാണ്. നിങ്ങളുടെ ചിന്തകൾ ഉപയോഗിച്ച് മരുന്നുകളോ ശസ്ത്രക്രിയകളോ ഇല്ലാതെ എങ്ങനെ രോഗങ്ങളെ മാറ്റാമെന്ന് ഇതിൽ വിശദീകരിക്കുന്നു. ജീവിതം മാറ്റിമറിച്ച അപകടം. ഡോക്ടർ ജോ ആദ്യം ന്യൂറോസയൻസ് മേഖലയിലായിരുന്നില്ല. ജോർജിയയിലെ ലൈഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൈറോപ്രാക്റ്റിക് ബിരുദം നേടി അദ്ദേഹം ചികിത്സ തുടർന്നു. 1986-ൽ ഒരു ട്രയാത്തലൻ സൈക്ലിംഗ് മത്സരത്തിനിടെ അദ്ദേഹത്തെ ഒരാൾ ഇടിച്ചു. അപകടത്തിൽ നട്ടെല്ല് തകർന്നു. ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. 4 വ്യത്യസ്ത സർജന്മാരെ കണ്ടപ്പോൾ എല്ലാവരും വേദന മാറ്റാൻ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ നടക്കാൻ കഴിയില്ലെന്നും അറിയിച്ചു. ആന്തരികമായ ബുദ്ധിശക്തി. അപ്പോഴാണ് ഡോക്ടർ ജോ സ്വയം ചിന്തിച്ചത്, നമ്മുടെ ശരീരത്തിൽ ജീവന്റെ ബുദ്ധിശക്തി, ഇന്റലിജൻസ് ഉണ്ട്. എന്നെക്കാൾ നന്നായി ആ ബുദ്ധിശക്തിക്കറിയാം ഈ രോഗം എങ്ങനെ സുഖപ്പെടുത്തണമെന്ന്. ഇനി ഞാൻ ഈ ബുദ്ധിശക്തിയുമായി എന്റെ ജീവിതം പൂർണ്ണമായും ബന്ധിപ്പിക്കാൻ ശ്രമിക്കും. ഇതായിരിക്കും എന്റെ പ്ലാൻ, സുഖപ്പെടുത്താനുള്ള വഴി. ശസ്ത്രക്രിയ വേണ്ടെന്ന് വെച്ച് അദ്ദേഹം പൂർണ്ണമായി സുഖപ്പെട്ടതായി സങ്കൽപ്പിക്കാൻ വിഷ്വലൈസ് തുടങ്ങി. ഒടിഞ്ഞ എല്ലുകൾ കൂടിച്ചേരുന്നതിനെക്കുറിച്ച് അദ്ദേഹം മണിക്കൂറുകളോളം ചിന്തിച്ചു. ഫലം: വെറും 10 ആഴ്ചകൾക്കുള്ളിൽ ജോ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്നു. 12 ആഴ്ചകൾക്കുശേഷം അദ്ദേഹം വീണ്ടും കൈറോപ്രാക്ടിസ് ക്ലിനിക്കിൽ ജോലിക്ക് പോയി തുടങ്ങി. പൂർണ്ണമായി സുഖം പ്രാപിച്ച ശേഷം അദ്ദേഹം ന്യൂറോ സയൻസിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ലോകം മുഴുവൻ സഞ്ചരിച്ചു, വിദഗ്ധരുമായി സംസാരിച്ചു. മനസ്സിന്റെ ശക്തി കൊണ്ട് രോഗങ്ങൾ മാറ്റുന്ന മാന്ത്രിക വിദ്യ അദ്ദേഹം പഠിച്ചു. ഇന്ന് അദ്ദേഹം ഈ രീതി ഉപയോഗിച്ച് ആളുകളെ സഹായിക്കുന്നു. രോഗശാന്തിയുടെ 4 മാന്ത്രിക ഘട്ടങ്ങൾ. 4 മാജിക് സ്റ്റെപ്സ് ഫോർ ഹീലിംഗ്. ഈ അത്ഭുതകരമായ രീതി എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നോക്കാം. 1. നിങ്ങളിലെ ബുദ്ധിശക്തിയുമായി ബന്ധപ്പെടുക. കണക്ട് വിത്ത് ദ ഇന്റലിജൻസ് ഇൻസൈഡ് യു. ഡോക്ടർ ജോ തന്റെ ഗവേഷണം തുടങ്ങിയപ്പോൾ സ്വയം ചോദിച്ചത് ഇത്രമാത്രമാണ്: ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? ഈയൊരൊറ്റ ചോദ്യമാണ് അദ്ദേഹത്തെ 17 രാജ്യങ്ങളിൽ എത്തിച്ചത്. പെട്ടെന്ന് രോഗം ഭേദമായ 100 കണക്കിന് ആളുകളെ അദ്ദേഹം അഭിമുഖം ചെയ്തു. അവരെല്ലാം പങ്കുവെച്ച ചില സമാനതകളുണ്ട്. ലിംഗം, ജാതി, മതം എന്നിവ പരിഗണിക്കാതെ ആർക്കും ഈ രീതിയിൽ സുഖം പ്രാപിക്കാൻ കഴിയും. വിശ്വാസം, ബിലീഫ്. സുഖം പ്രാപിച്ച എല്ലാവരും തങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു ആന്തരിക ബുദ്ധിശക്തിയുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. വേർപാട് രോഗമാക്കും. ഈ ബുദ്ധിശക്തി ഒരു ദിവ്യശക്തി പോലെയാണ്. നമ്മൾ എപ്പോഴും ഇതിനോട് ബന്ധിതരാണ്. ഒരു നിമിഷം ഇതിൽ നിന്ന് അകന്നുപോയാൽ പോലും നമ്മുടെ ശരീരത്തിന്റെ താളം തെറ്റി അലൈൻമെന്റ്, രോഗങ്ങളും പരിക്കുകളും ഉണ്ടാകാൻ തുടങ്ങും. തിരിച്ചുവരിക. ഈ ബുദ്ധിശക്തിയിൽ നിന്ന് അകന്നുപോകുന്നതായി തോന്നിയാൽ ഉടൻ തന്നെ തിരിച്ചുവന്ന് അതിനോടൊരു പ്രത്യേക ബന്ധം സ്ഥാപിക്കുക. 2. വൈകാരിക അസന്തുലിതാവസ്ഥ മനസ്സിലാക്കുക. അക്നോളജ് ഇമോഷണൽ ഇംബാലൻസ്. രോഗത്തിന് കാരണം. രോഗം മാറിയ എല്ലാവരും മനസ്സിലാക്കിയത് അവരുടെ വികാരങ്ങളുടെയും സമ്മർദ്ദ ഹോർമോണുകളുടെയും തെറ്റായ കൈകാര്യം ചെയ്യൽ, മിസ്മാനേജ്മെന്റ് കാരണമാണ് തങ്ങൾക്ക് അസുഖം വന്നതെന്നാണ്. പോരാടുക അല്ലെങ്കിൽ പ്രതികരണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യൻ ജീവിച്ചിരുന്നത് മാംസഭോജികളായ മൃഗങ്ങളിൽ നിന്നുള്ള ഭയം കൊണ്ടാണ്. ആ ഭയം ഇന്നും നമ്മിലുണ്ട്.
ഒരു ഭീഷണി വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് ഈ പ്രതികരണം കൊണ്ടാണ്. ഇതാണ് നമ്മുടെ സമ്മർദ്ദത്തിന്, സ്ട്രെസ് കാരണം. മാറ്റം: ഇന്ന് നമുക്ക് ഈ പ്രതികരണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നതുകൊണ്ട് ഈ സമ്മർദ്ദം കൂടുതൽ കാലം മനസ്സിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ ശരീരം ഈ സമ്മർദ്ദം താങ്ങാൻ നിർമ്മിച്ചതല്ല. തുടർച്ചയായ ഉത്കണ്ഠയും സമ്മർദ്ദവും തലച്ചോറിൽ അസന്തുലിതാവസ്ഥ, ഇംബാലൻസ് ഉണ്ടാക്കുന്നു. ഇതാണ് രോഗങ്ങൾക്ക് വഴി തുറക്കുന്നത്. ചെയ്യേണ്ടത്: ഈ രോഗങ്ങളെ മാറ്റാൻ ഈ പ്രതികരണത്തോട് നമ്മൾ പോരാടേണ്ടതില്ല, മറിച്ച് നമ്മുടെ ചിന്താരീതി മാറ്റണം. 3. നിങ്ങളുടെ ചിന്തയും മസ്തിഷ്കവും മാറ്റുക. ചേഞ്ച് യുവർ തിങ്കിംഗ് ആൻഡ് റിസോൾഡർ യുവർ ബ്രെയിൻ. ബോധവാനാവുക. ഡോക്ടർ ജോ മനസ്സിലാക്കി തന്റെ ചിന്തകളെയും വികാരങ്ങളെയും തെറ്റായി കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് തടയണം. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ അബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡ്, എന്താണ് നടക്കുന്നതെന്നറിയുക. ചുറ്റുമുള്ള കാര്യങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ച് ബോധവാന്മാരാകുക. അവെയർ. നിങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നിങ്ങൾ സംസാരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. റോൾ മോഡൽ പരിശീലനം. റോൾ മോഡൽ റിഹേഴ്സൽ. നിങ്ങൾ ഇന്നുവരെ എത്രപേരെ അഭിനന്ദിച്ചു? നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? നിങ്ങൾ അവരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? മുൻകൂട്ടി പരിശീലനത്തിലൂടെ, റിഹേഴ്സൽ, ആ ഗുണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ വളർത്താമെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ റോൾ മോഡൽ സമ്മർദ്ദത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. സമ്മർദ്ദത്തിനുള്ള ഈ പ്രതികരണത്തെ നിയന്ത്രിച്ച് ചുറ്റുമുള്ള കാര്യങ്ങളോട് നെഗറ്റീവായി പ്രതികരിക്കുന്നത് എങ്ങനെ നിർത്താമെന്ന് പഠിക്കുക. ഫലം: ഇങ്ങനെ ചെയ്യുന്നത് വഴി രോഗങ്ങളുണ്ടാക്കുന്ന സിഗ്നലുകൾ ശരീരത്തിന് നൽകുന്നത് നിങ്ങൾക്ക് തടയാൻ കഴിയും. ഇതുവഴി നിങ്ങൾ എപ്പോഴും ആരോഗ്യത്തോടെയിരിക്കും. നിലവിലുള്ള രോഗങ്ങളെയും മാറ്റാൻ സാധിക്കും. 4. ധ്യാനവും മാനസിക പരിശീലനവും. മെഡിറ്റേഷൻ ആൻഡ് മെന്റൽ റിഹേഴ്സൽ. ഒന്നായിത്തീരുക. മുൻകൂട്ടി പരിശീലനം നടത്തുന്നവർക്ക് തങ്ങൾ അതിൽ പൂർണ്ണമായി ലയിച്ചുപോയതായി അബ്സോർബ്ഡ് അനുഭവപ്പെടും. അവർ സമയബോധമില്ലാത്ത ഒരവസ്ഥയിലെത്തും. ഈ പരിശീലനത്തിനിടയിൽ അവർ തങ്ങളുടെ റോൾ മോഡലിന്റെ ഗുണങ്ങൾ മനസ്സിൽ വളർത്തുമ്പോൾ അവർ അതിൽ പൂർണ്ണമായി മുങ്ങിപ്പോകും. സങ്കല്പത്തിൽ ജീവിക്കുക. നിങ്ങളുടെ ഭാവനയിൽ, ഇമാജിനേഷൻ മുങ്ങി അതിൽ നിലകൊള്ളുക. അത് പൂർണ്ണമായി അനുഭവിക്കാൻ ശ്രമിക്കുക. ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം ധ്യാനം, മെഡിറ്റേഷൻ ആണ്. ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾ ശാന്തരാകുന്നു. പോരാടുക എന്ന പ്രതികരണം നിലയ്ക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ വർത്തമാന നിമിഷത്തിൽ, പ്രസന്റ് മൊമെന്റ് കേന്ദ്രീകരിക്കുന്നു. ഈ മാനസികാവസ്ഥ പൂർണ്ണമായും സുഖം പ്രാപിച്ച ഒരാളെപ്പോലെ സങ്കൽപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. തലച്ചോറിന്റെ രഹസ്യം. ഡോക്ടർ ജോ പറയുന്നു, എന്തെങ്കിലും സങ്കൽപ്പിക്കുന്നത് അത് ശരിക്കും ചെയ്യുന്നതിന് തുല്യമായി തലച്ചോർ കണക്കാക്കുന്നു. കാരണം നമ്മൾ പരിശീലിക്കുമ്പോൾ ആ നിമിഷം നമ്മൾ ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം തലച്ചോറിന് തിരിച്ചറിയാൻ കഴിയില്ല. പരിശീലനം. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാകാനാണോ പരിശീലിക്കുന്നത്, പതിയെ നിങ്ങൾ ആ സങ്കല്പത്തിലുള്ള വ്യക്തിയുമായി ലയിക്കുകയും അതുപോലെയായി മാറുകയും ചെയ്യും. ദിനചര്യ. നിങ്ങളുടെ ദിനചര്യയിൽ നിന്ന് കുറച്ച് സമയം എല്ലാ ദിവസവും ധ്യാനത്തിനായി കണ്ടെത്തുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദ പ്രതികരണങ്ങളെ ഒഴിവാക്കി ആരോഗ്യകരമായ വികാരങ്ങൾ മനസ്സിൽ വളർത്താൻ തലച്ചോറിനെ സഹായിക്കുകയും ചെയ്യും. ആരോഗ്യകരമായ വികാരങ്ങൾ മനസ്സിൽ വളർത്തുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തെ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയും. 7 ദിവസത്തെ ചലഞ്ച്. ചിന്തകൾ മാറ്റാൻ. ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ ദിവസവും ചെയ്യേണ്ട ചില കാര്യങ്ങളിതാ. അടുത്ത 7 ദിവസത്തേക്ക് ഈ 3 കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. ഇത് നിങ്ങളുടെ ചിന്താഗതിയിൽ തീർച്ചയായും മാറ്റങ്ങൾ വരുത്തും. 1. ദിവസം ആരംഭിക്കുക ഈ ചോദ്യത്തോടെ: ഇന്നെനിക്ക് എന്റെ ഏറ്റവും മികച്ച പതിപ്പ്, ബെസ്റ്റ് വേർഷൻ എങ്ങനെയാകാൻ കഴിയും? പഴയ രീതി. മിക്ക ആളുകളും രാവിലെ എഴുന്നേൽക്കുന്നത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണ്. ഓരോ പ്രശ്നത്തോടും ബന്ധപ്പെട്ട വികാരങ്ങൾ അവരെ വിഷാദത്തിലാക്കുകയും അയോഗ്യരായി, വർത്ത്ലെസ് തോന്നിക്കുകയും ചെയ്യുന്നു. നമ്മൾ മിക്കപ്പോഴും ആദ്യം ഫോൺ പരിശോധിക്കുകയും എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് തെറ്റായ ചിന്താരീതിയാണ്. ഇത് രോഗങ്ങൾക്ക് കാരണമാകും. പുതിയ രീതി. അടുത്ത 7 ദിവസത്തേക്ക് പോസിറ്റീവായ ചിന്തകളോടെ ദിവസം ആരംഭിക്കുക. തീരുമാനമെടുക്കുക. ഇന്ന് നിങ്ങൾ എങ്ങനെ ഏറ്റവും സന്തോഷവാനും ഹാപ്പിയസ്റ്റ്, ഏറ്റവും പോസിറ്റീവുമായ പതിപ്പായി മോസ്റ്റ് പോസിറ്റീവ് വേർഷൻ മാറുമെന്ന് തീരുമാനമെടുക്കുക. മികച്ച വൈകാരികാവസ്ഥ. നിങ്ങളുടെ ദിവസം മികച്ച വൈകാരികാവസ്ഥയിൽ, ബെസ്റ്റ് ഇമോഷണൽ സ്റ്റേറ്റ് തുടങ്ങുക. ശാരീരികാവസ്ഥ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് നിങ്ങളുടെ ശരീരത്തിനും നല്ലതാണ്. 2. ദിവസം അവസാനിക്കുമ്പോൾ നന്ദി പരിശീലിക്കുക. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുടെ ശക്തി. കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ തലച്ചോറിൽ നല്ല സ്വാധീനം ചെലുത്തുന്നു. ഇത് ശരീരത്തിൽ ഏകദേശം 1200 വ്യത്യസ്ത രാസപ്രവർത്തനങ്ങൾ, കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു. ഇത് രോഗശാന്തിക്ക് സഹായിക്കും. ചെയ്യേണ്ടത്: അടുത്ത 7 ദിവസത്തേക്ക് എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങൾക്ക് ലഭിച്ച എല്ലാത്തിനും ഈ പ്രപഞ്ചത്തോട് നന്ദിയുള്ളവരായി ഗ്രേറ്റ്ഫുൾ ഇരിക്കുക.
ഇത് നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതാം. 3. ചുറ്റുമുള്ളതിനെക്കുറിച്ച് അവബോധം വളർത്തുക. ഡെവലപ്പ് അവെയർനെസ് ഓഫ് സ്പേസ് അറൌണ്ട് യു. സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കും. ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ അവെയർനെസ് നിങ്ങളുടെ ശരീരത്തിലെ സമ്മർദ്ദ ഹോർമോണുകൾ, സ്ട്രെസ് ഹോർമോൺസ് കുറയുന്നു. ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ശക്തി വർദ്ധിക്കുന്നു. ചെയ്യേണ്ടത്: അടുത്ത 7 ദിവസത്തേക്ക് എല്ലാ ദിവസവും കുറച്ച് സമയം ധ്യാനം ചെയ്യുക. ശാന്തമായ ഒരിടത്ത് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളെയും ചലനങ്ങളെയും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, അനുഭവിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നു. ഇവയാണ് നിങ്ങളുടെ രോഗങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും വിജയകരമായി നേടാനും സഹായിക്കുന്ന മാന്ത്രിക വഴികൾ. നിങ്ങളുടെ വിജയത്തിന് എല്ലാ ആശംസകളും. ഞാൻ എപ്പോഴും ഇതുപോലെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുണ്ടാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.